നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാളെ വോട്ടെണ്ണലാണ്. ആര് വാഴും ആര് വീഴും എന്നറിയുന്ന ദിനം. പ്രാർത്ഥനയോടെയും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും സ്ഥാനാർത്ഥികൾ ഉറ്റുനോക്കുകയാണ് നാളത്തെ ദിനത്തിനായി. കേരളത്തിലെ മുന്നണികൾ പ്രതീക്ഷയോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് തലേ ദിവസമായ ഇന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ അദ്ദേഹം തൊഴുതു വഴിപാടുകൾ അർപ്പിച്ചു. രാവിലെ 6 മണിക്കാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത്. കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തി തുലാഭാരവും അപൂർവ വഴിപാടായ 5 പറയും സമർപ്പിച്ചു. ഭാര്യ രാധികയും മകൻ ഗോകുലും മറ്റ് ബന്ധുക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകളുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ദേവസ്വവും പോലീസും വിലക്കിയിരുന്നു. ക്ഷേത്ര ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ക്യൂ നിന്നായിരുന്നു ദർശനം നടത്തിയത്. ഏറ്റുമാനൂർ കോർപ്പറേഷൻ കൗൺസിലർ ഉഷ സുരേഷ് 5 വർഷങ്ങൾക്ക് മുൻപ് നേർന്ന വഴിപാട് സമർപ്പിക്കാനാണ് അദ്ദേഹം എത്തിയത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാധ്യമങ്ങളോട് ഒന്നും മിണ്ടിയില്ല അദ്ദേഹം എന്നതും ഏറ്റവും ശ്രദ്ധേയമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ എത്തുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വരുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ എത്താൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ എത്തുമെന്ന് മാധ്യമങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുകയായിരുന്നു ലക്ഷ്യം. എന്തായാലും ഇതിനെപ്പറ്റി അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. മാധ്യമങ്ങളോട് ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിച്ചില്ല. ക്ഷേത്രത്തിൽ എത്തിയതു മുതൽ തിരിച്ചു പോകുന്നത് വരെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. ക്ഷേത്രത്തിലെത്തിയ മറ്റു വിശ്വാസികളോട് അദ്ദേഹം സംസാരിച്ചു. രാഷ്ട്രീയം പറയാനോ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രതികരിക്കാനോ സുരേഷ് ഗോപി തയ്യാറായില്ല. സാധാരണ ഒരു വിശ്വാസിയെ പോലെ തന്നെ അദ്ദേഹം തൊഴുത് വണങ്ങാനാണ് എത്തിയതെന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി മൈക്ക് നീട്ടിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ തൊഴുത് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതേസമയം എല്ലാ ദേശീയ ചാനലുകളുടെയും എക്സിറ്റ് പോളിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പ്രവചനം. എന്നാൽ 24 മണിക്കൂർ കഴിയും മുമ്പേ മനോരമ ചാനലിന്റെ എക്സിറ്റ് പോളിൽ സുരേഷ് ഗോപി തോൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് എത്തുമെന്നാണ് മനോരമ പറയുന്നത്. 24 മണിക്കൂർ കൂടി കഴിയുമ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം അറിയാമെന്ന് BJPയും പ്രതികരിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കേരളത്തിൽ UDF മുന്നേറ്റമെന്നാണ് ദേശീയ ചാനലുകളുടെ പ്രവചനം. ടൈംസ് നൗ ETG എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ UDFന് 14-15 സീറ്റുകൾ കിട്ടും. ഇടതു മുന്നണിക്ക് 4ഉം BJPക്ക് 1 സീറ്റും കിട്ടും. തൃശൂർ സീറ്റിൽ BJP വിജയിക്കുമെന്നാണ് പ്രവചനം. കേരളത്തിൽ LDF 1 സീറ്റ് പോലും നേടില്ലെന്ന് ABPC വോട്ടർ എക്സിറ്റ് പോൾ പറയുന്നു. NTA-ക്ക് 13 സീറ്റും അവർ പ്രവചിക്കുന്നുണ്ട്. പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളിലും BJP അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പ്രവചനം. UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറയുമ്പോൾ LDF നില മെച്ചപ്പെടുത്തുന്നുവെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ ഫലം LDFനെയും നടുക്കിയിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2 മുതൽ 4 വരെ സീറ്റാണ് LDFന് പ്രവചിക്കുന്നത്. വടകരയിലും പാലക്കാട്ടുമാണ് ഇടതിന് വിജയസാധ്യത. കണ്ണൂരും ആലത്തൂരും ബലാബലമെന്ന പ്രവചനവും മുന്നണിക്ക് പ്രത്യാശ നൽകുന്നു. 2019 ഒറ്റ സീറ്റിൽ മാത്രമായിരുന്നു ഇടതിന്റെ വിജയം. 2019 മുഖം രക്ഷിച്ച ആലപ്പുഴ ഇക്കുറി നഷ്ടപ്പെടുമെന്നതാണ് സർവേ സൂചന. എന്തായാലും ഇനി കുറച്ച് മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ്. നാളെ ഫലമറിയും. ആര് നേടുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആരൊക്കെ 2ാം സ്ഥാനത്ത്, ആരൊക്കെ 3ാം സ്ഥാനത്ത്, ആരൊക്കെ വിജയിക്കും എന്നത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. രാജ്യം ഒന്നടങ്കം ആ ഒരു ഫലം അറിയാൻ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളവും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.